ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 9th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ആണ്. അതുപോലെ തന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള ലെറ്റ്സ് റിവൈൻഡ് എന്ന ഭാഗത്ത് കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട സൈഡ് ക്വസ്റ്റ്യൻസ് അടങ്ങുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, ഇനി കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ലെറ്റ്സ് റിവൈൻഡ്, റിവിസിറ്റ് ദ സ്റ്റോറി ആൻഡ് റെസ്പോണ്ട് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഗോ ഇൻ ബൈ യുവർ സെൽഫ്, വൈ ഡസ് ദ ഫാദർ സേ സോ? അച്ഛൻ എന്താ കുട്ടിയോട് പറയണത്? ഗോ ഇൻ ബൈ യുവർ സെൽഫ്, നീ തന്നെ പൊയ്ക്കോ, ഉള്ളിലേക്ക് പൊയ്ക്കോ എന്ന് പറയുകയാണല്ലേ. അതായത് നീ തന്നെ അകത്തേക്ക് കയറുക എന്ന് പറയുകയാണല്ലേ. അങ്ങനെ അദ്ദേഹം പറയാനുള്ള കാരണം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആൻസർ എഴുതാം. ദ ഫാദർ സേ സോ ബിക്കോസ് ഹി ഹാഡ് ദ ഡയറക്ടർ ഹു ഈസ് കിസ് ആൻഡ് ഹി ഹാവ് റീച്ച്ഡ് ദ ഗേറ്റ് ഓഫ് ദ സ്കൂൾ. ദ ഫാദർ നൗ വാണ്ട്സ് ദ ബോയ് ടു എൻറ്റർ ദ സ്കൂൾ ആൻഡ് മിങ്കിൾ വിത്ത് ദ ബോയ്സ് ആൻഡ് ഗേൾസ് സ്റ്റാൻഡിങ് ദർ. അദ്ദേഹം എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അദ്ദേഹം എന്താ ചെയ്യാണ്? അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള നരേറ്റർ സ്കൂളിൻ്റെ ഗേറ്റിനടുത്ത് എത്തുകയാണല്ലേ. അപ്പം അദ്ദേഹം എന്താ പറയുന്നത്? തൻ്റെ മകനോട് ഗോ ഇൻ ബൈ യുവർ സെൽഫ്, അതായത് നീ തന്നെ ക്ലാസ്സിലേക്ക് പൊക്കോ എന്ന് പറയുകയാണല്ലേ. ഉള്ള കാരണം എന്താണ്? പിതാവ് ഇപ്പോൾ തൻ്റെ മകൻ സ്കൂളിലേക്ക് കയറി അവിടെയുള്ള മറ്റു കുട്ടികളുമായിട്ട് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, മിങ്കിൾ ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടല്ലേ. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ നാരേറ്റേഴ്സ് ഫാദർ എൻകറേജ് ഹിം ആസ് ദ റീച്ച് സ്കൂൾ? നരേറ്ററിൻ്റെ ഫാദർ അദ്ദേഹത്തെ സ്കൂളിലെത്തിയപ്പോൾ സ്കൂളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്? സ്കൂളിനടുത്തെത്തുമ്പോൾ എങ്ങനെയാണ് നരേറ്ററിൻ്റെ പിതാവ് അവനെ സ്കൂളിലേക്ക് പോകാൻ എൻകറേജ് ചെയ്തതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണ്? Yes, the narrator's fathers encouraged him as to reach school by telling him that the school is not a place of punishment. അപ്പോൾ എന്താ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്? സ്കൂളിൻ്റെ അവിടെ എത്തിയപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ്, ടെല്ലിങ് ഹിം ദാറ്റ് ദ സ്കൂൾ ഈസ് നോട്ട് എ പ്ലേസ് ഓഫ് പണിഷ്മെൻറ്റ്. പണിഷ്മെൻറ്റിനുള്ള സ്ഥലമല്ല എന്തെന്ന് പറയുന്നത്, സ്കൂൾ എന്ന് പറയുന്നത്. ഹി ആഡ്സ് ദാറ്റ് ദ സ്കൂൾ ഈസ് എ ഫാക്ടറി വിച്ച് മേക്സ് ചിൽഡ്രൻ യൂസ്ഫുൾ പീപ്പിൾ ആൻഡ് ഹെൽപ്സ് ദം ഗ്രോ അപ്പ്. പിന്നെ എന്താ പറഞ്ഞു കൊടുത്തത്? എന്നാൽ സ്കൂൾ എന്താണ്? കുട്ടികളെ നല്ല മനുഷ്യരായി വാർത്തെടുക്കുന്ന ഒരു ഫാക്ടറിയാണെന്നാണ് അദ്ദേഹം കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് ആൻസർ? ദ നാരേറ്റേഴ്സ് ഫാദേഴ്സ് എൻകറേജ് ഹിം ആസ് ദ റീച്ച് സ്കൂൾ ബൈ ടെല്ലിംഗ് ഹിം ദാറ്റ് ദ സ്കൂൾ ഈസ് നോട്ട് എ പ്ലേസ് ഓഫ് പണിഷ്മെന്റ്. ഹി ആഡ്സ് ദാറ്റ് ദ സ്കൂൾ ഈസ് എ ഫാക്ടറി വിച്ച് മേക്സ് ചിൽഡ്രൻ യൂസ്ഫുൾ പീപ്പിൾ ആൻഡ് ഹെൽപ്സ് ദം ഗ്രോ അപ്പ്. ഓക്കെ, ദെൻ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഇനീഷ്യൽ റിയാക്ഷൻ ഓഫ് ദ അതർ ചിൽഡ്രൻ അറ്റ് സ്കൂൾ ടു ദ ബോയ്? അപ്പോൾ എന്താ ചോദിച്ചിട്ടുള്ളത്? പുതിയ കുട്ടി കയറി ചെല്ലുമ്പോൾ സ്കൂളിനകത്തുണ്ടായിരുന്ന മറ്റു കുട്ടികളുടെ പ്രതികരണം അല്ലേ, അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനീഷ്യൽ റിയാക്ഷൻ എന്തായിരുന്നു? യെസ്, ദ ഇനീഷ്യൽ റിയാക്ഷൻ ഓഫ് ദ അതർ ചിൽഡ്രൻ അറ്റ് സ്കൂൾ ടു ദ ബോയ് വാസ് ദ ക്യൂരിയോസിറ്റി ആസ് ദ ലുക്ക്ഡ് അറ്റ് ഹിം. വളരെ ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് ആ കുട്ടിയെ നോക്കുകയാണല്ലേ. ഹി ഡിഡ് നോട്ട് നോ എനി ബോയ് ഓർ ഗേൾ ദർ. അവന് അവിടെയുള്ള ഒരു കുട്ടിയോ ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്തായിരുന്നു അറിയില്ലായിരുന്നു. നൺ ഓഫ് ദം ന്യൂ ഹിം. അതായത് നൺ ഓഫ് ദം ന്യൂ ഹിം. അതേപോലെ തന്നെ ഒരു കുട്ടിക്ക് അവനെ അറിയില്ലല്ലേ. ഹി ഫെൽറ്റ് ലൈക്ക് എ സ്ട്രേഞ്ചർ. അവനൊരു അപരിചിതനായിട്ട് തോന്നുകയാണ്. ഹി ഫെൽറ്റ് ലൈക്ക് എ സ്ട്രേഞ്ചർ. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? ദ ഇനീഷ്യൽ റിയാക്ഷൻ ഓഫ് ദ അതർ ചിൽഡ്രൻ അറ്റ് സ്കൂൾ ടു ദ ബോയ് വാസ് ദാറ്റ് ഓഫ് ക്യൂരിയോസിറ്റി ആസ് ദേ ലുക്ക്ഡ് അറ്റ് ഹിം. ഹി ഡിഡ് നോട്ട് നോ എനി ബോയ് ഓർ ഗേൾ ദർ. നൺ ഓഫ് ദം ഹി ന്യൂ. ഹി ഫെൽറ്റ് ലൈക്ക് എ സ്ട്രേഞ്ചർ. Then fourth question, how does the woman reassure the children on their first day? എങ്ങനെയാണ് ആദ്യ ദിവസം എങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്ന ആ വുമൺ കുട്ടികൾക്ക് ധൈര്യം കൊടുത്തത് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണ് അവർ ധൈര്യം കൊടുത്തത്? യെസ്, ദ വുമൺ റിയഷ്യൂർ ദ ചിൽഡ്രൻ ഓൺ ദെയർ ഫസ്റ്റ് ഡേ ബൈ ടെല്ലിംഗ് ദാറ്റ് ദിസ് വാസ് ദെയർ ന്യൂ ഹോം. അപ്പോൾ എന്താ അവർ പറഞ്ഞു കൊടുക്കുന്നത്? ഇതാണ് നിങ്ങളുടെ പുതിയ വീടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അവർക്ക് ധൈര്യം നൽകുന്നതിന് വേണ്ടിയിട്ട് അവരോട് പറയുകയാണ്, ദ വുമൺ റിയഷ്യൂർസ് ദ ചിൽഡ്രൻ ഓൺ ദെയർ ഫസ്റ്റ് ഡേ ബൈ ടെല്ലിംഗ് ദാറ്റ് ദിസ് ഇസ് വാസ് ദെയർ ന്യൂ ഹോം. ദർ വാർ മദർ ആൻഡ് ഫാദേഴ്സ് കെയർ. ഇവിടെ ആരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മമാരൊക്കെ ഉണ്ട്. ദർ വാസ് എവറിത്തിങ് ദർ ടു എൻജോയ് ആൻഡ് യൂസ്ഫുൾ ടു ഗെറ്റ് നോളജ് ആൻഡ് ലൈഫ്. പിന്നെ എന്താ പറഞ്ഞു കൊടുത്തത്? ഇവിടെ എന്താണ്? സന്തോഷിക്കാനും പഠിക്കാനും ജീവിതത്തെ പറ്റി അറിയാനുമുള്ള എല്ലാ ഉപാധികളും ഉണ്ടെന്ന് പറയുകയാണല്ലേ. സോ ദ ചിൽഡ്രൻ ഷുഡ് ട്രൈ ദിയർ ടിയേഴ്സ് ആൻഡ് ലുക്ക് ഹാപ്പി. അപ്പോൾ അതൊക്കെ കേട്ട് നോക്കുമ്പോൾ എന്താണ്? കുട്ടികളൊക്കെ കണ്ണീരൊക്കെ തുടച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണല്ലേ. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? ദ വുമൺ റിയഷ്യൂർസ് ദ ചിൽഡ്രൻ ഓൺ ദെയർ ഫസ്റ്റ് ഡേ ബൈ ടെല്ലിംഗ് ദാറ്റ് ദിസ് വാസ് ദെയർ ന്യൂ ഹോം. ദർ വർ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ് ദർ. ദർ വാസ് എവറിത്തിങ് ദർ ടു എൻജോയ് ആൻഡ് യൂസ്ഫുൾ ടു ഗെറ്റ് നോളജ് ആൻഡ് ലൈഫ്. സോ ദ ചിൽഡ്രൻ ഷുഡ് ട്രൈ ദെയർ ടിയേഴ്സ് ആൻഡ് ലുക്ക് ഹാപ്പി.
ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. 5th ക്വസ്റ്റ്യൻ ആണ് അല്ലേ. വാട്ട് സബ്ജക്ട്സ് ആൻഡ് ആക്ടിവിറ്റീസ് ആർ ഇൻട്രൊഡ്യൂസ് ടു ദ ചിൽഡ്രൻ. അപ്പോൾ എന്തൊക്കെ ആക്ടിവിറ്റീസും സബ്ജക്ട്സുമാണ് കുട്ടികൾക്ക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കൊടുത്തതെന്നാണ് അല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു? യെസ്, ദേ ഹാഡ് ദെയർ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ്. ആദ്യം തന്നെ ഭാഷ പഠിപ്പിക്കുകയാണ് അല്ലേ. ദെൻ ദേ സ്റ്റഡീഡ് ജോഗ്രഫി ആസ് ദ സോ ദ ഗ്ലോബ് വിത്ത് വേരിയസ് കോണ്ടിനെൻറ്റ്സ് ആൻഡ് കൺട്രീസ്. പിന്നെ എന്ത് ചെയ്തു? ആ ഗ്ലോബ് ഉപയോഗിച്ചിട്ട് ജോഗ്രഫിയിലെ എന്തൊക്കെയാണ് ഭൂഖണ്ഡങ്ങളെ പറ്റിയും കോണ്ടിനെൻസിനെ പറ്റിയും കൺട്രീസിനെ പറ്റിയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ. ദെൻ ദേ ലേൺ നമ്പേഴ്സ്. പിന്നെ അവർ പഠിപ്പിച്ചത് എന്തായിരുന്നു? നമ്പേഴ്സ് ആയിരുന്നു. ദെൻ ദേ പ്ലേ ഡിഫറെൻറ്റ് ഗെയിംസ്. അതിന് ശേഷം അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറെൻറ്റ് ഗെയിംസ് കളിക്കുന്നുണ്ട്. ദെൻ ദർ വേഴ്സ് സ്വിങ്സ്. അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു? യെസ്, സ്വിങ്സ് ഉണ്ടായിരുന്നു, ഊഞ്ഞാലുകൾ ഉണ്ടായിരുന്നു. ദ വൾച്ചിങ് ഹോഴ്സ് ആൻഡ് ദ ബോൾ ഗെയിംസ്. അതുപോലെ തന്നെ എന്താണ്? ചാഞ്ചാടുന്ന കുതിരയുണ്ട്. അതുപോലെ തന്നെ ഗെയിംസ് ഉണ്ട്, ബോൾ ഗെയിംസ് ഉണ്ട്. ദേ ലേൺ ടു മേക്ക് ഫ്രണ്ട്സ് ടു പ്ലേ ആൻഡ് ടു ഇൻക്രീസ് ദെയർ വെൽത്ത് ഓഫ് നോളേജ്. പിന്നെ അവർ എന്ത് ചെയ്യണം? അവർ എന്ത് ചെയ്ത് ഫ്രണ്ട്സിനെയൊക്കെ മേക്ക് ചെയ്യുകയാണ് അല്ലേ. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടാക്കി എന്ത് ചെയ്തു? അവർ കളിക്കാൻ പഠിക്കുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ടു ഇൻക്രീസ് ദെയർ വെൽത്ത് ഓഫ് നോളേജ്. അതുപോലെ തന്നെ അവരുടെ അറിവും വർദ്ധിപ്പിക്കുന്നു. Okay, then 6th question. Why does the narrator feel a sense of contentment and belonging while at a school? എന്താണ് ചോദിച്ചിട്ടുള്ളത്? നരേറ്ററിന് സ്കൂളിലായിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു നരേറ്ററിന് സംതൃപ്തിയും സന്തോഷവും തോന്നുന്നതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? യെസ്, ദ നരേറ്റർ ഫീൽസ് എ സെൻസ് ഓഫ് കണ്ടന്റ്മെന്റ് ആൻഡ് ബിലോങ്ങിങ് വിത്ത് എ while at school because he submitted the facts and submission brought him contentment. The school had a rich variety of different games ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ എന്താണ്? വളച്ച് ഹോഴ്സ് ഉണ്ട് ആൻഡ് സ്വിങ്സ്. ഹാസ് ഏബിൾ ടു മേക്ക് ഫ്രണ്ട്സ് വിത്ത് ബോയ്സ് ആൻഡ് ഗേൾസ്. ഹി വാസ് ഏബിൾ ടു ലേൺ ലാംഗ്വേജ്, ജോഗ്രഫി, നമ്പേഴ്സ് ആൻഡ് എൻജോയ് ഡിലീഷ്യസ് ഫുഡ് ആൻഡ് നാപ്പ് അല്ലേ. Then 7th question. I proceeded a few steps then came to started a halt. Why was the narrator startled? എന്താ ചോദിച്ചിട്ടുള്ളത്? അതായത് ഐ പ്രൊസീഡഡ് എ ഫ്യൂ സ്റ്റെപ്സ് ദെൻ കെയിം ടു സ്റ്റാർട്ടിൽ ഹാൾട്ട്. ഞാൻ കുറച്ചടികൾ മുന്നോട്ട് പോയി, പെട്ടെന്ന് എന്ത് ചെയ്തു? ദെൻ കെയിം ടു സ്റ്റാർട്ടിൽ ഹാൾട്ട്. പെട്ടെന്ന് അതിശയിച്ചിട്ട് ഞാൻ നിന്നു. വാട്ട് വാസ് ദ നരേറ്റർ സ്റ്റാർട്ടിൽ. എന്തുകൊണ്ടാണ് നരേറ്റർ അത്ഭുതപ്പെട്ടതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? യെസ്, ദ നരേറ്റർ വാസ് സ്റ്റാർട്ടിൽ ബിക്കോസ് ദർ വർ സോ മെനി ചേഞ്ചസ്. അവിടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നല്ലേ. ദ സ്ട്രീറ്റ് വാസ് നോ മോർ ലൈൻ വിത്ത് ഗാർഡൻസ്. പൂന്തോട്ടങ്ങൾ അലങ്കരിച്ച വഴികളൊന്നും അവിടെ തന്നെ ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ഫുൾ ഓഫ് പീപ്പിൾ ആൻഡ് വെഹിക്കിൾസ്. അവിടെ എന്തായിരുന്നു? മുഴുവൻ ആളുകളും വെഹിക്കിൾസുമായിരുന്നു. ദർ വർ റബ്ബിഷ് ഹീപ്സ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ദ സ്ട്രീറ്റ്. സ്ട്രീറ്റിൻ്റെ രണ്ട് സൈഡിൽ എന്താണ്ടായിരുന്നു? ചപ്പ് ചവറുകളുടെ കൂനകൾ ഉണ്ടായിരുന്നു. ബോത്ത് സൈഡ് ഓഫ് ദ ഹീപ്സ് എന്ന് പറഞ്ഞ കൂന. ഓക്കെ. ദെൻ എക്സ്റ്റെൻസീവ് ഫീൽഡ്സ് വർ ഗോൺ. എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള നീണ്ടു പരന്ന കൃഷിയിടങ്ങളൊന്നും ഇപ്പോൾ അവിടെ ഇല്ല. ഹൈ ബിൽഡിങ്സ് വർ എവരിവർ. എല്ലായിടത്തും എന്താണ്? ഹൈ ബിൽഡിങ്സ് ആണ്, വലിയ വലിയ ബിൽഡിങ്സ് ആണ്. നോയ്സസ് ഷുക്ക് ദ എയർ. സൗണ്ട്, നോയ്സസ് എന്ന് പറഞ്ഞ ബഹളം അല്ലേ, അസഹനീയമായിട്ടുള്ള സൗണ്ട്സ് ആയിരുന്നു. എ ബാൻഡ് വാസ് അനൗൺസിങ് ദ ഓപ്പണിംഗ് ഓഫ് എ സർക്കസ്. ദെൻ വാസ് ദ ഷ്രീക്ക് ഓഫ് ദ സൈറൻ ഓഫ് ഫയർ എൻജിൻ. എ ട്രക്ക് വാസ് ക്യാരിയിങ് സോൾജിയേഴ്സ്. പിന്നെ എന്തൊക്കെയാണ്? ഒരു ബാൻഡ് ഉണ്ടല്ലോ, അതെന്താണ്? ഒരു സർക്കസിൻ്റെ വരവ് അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫയർ എൻജിൻ ഉണ്ട്. ദെൻ പട്ടാളക്കാരൻ സൈറൻ വഹിച്ചുകൊണ്ട് ഒരു ട്രക്കൊക്കെ അതിലൂടെ പോകുന്നുണ്ടല്ലേ. ഇതൊക്കെ കണ്ടിട്ടാണല്ലോ അദ്ദേഹം ഞെട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? ദ നാരേറ്റീവ് വാസ് സ്റ്റാർട്ടിൽഡ് ബിക്കോസ്. അത്ഭുതപ്പെട്ടത് എന്തുകൊണ്ടാണ്? യെസ്, ദ നറേറ്റർ വാസ് സ്റ്റാർട്ടിൽഡ് ബിക്കോസ് ദർ വർ സോ മെനി ചേഞ്ചസ്. ദ സ്ട്രീറ്റ് വാസ് നോ മോർ ലൈൻഡ് വിത്ത് ഗാർഡൻസ്. ഇറ്റ് വാസ് ഫുൾ ഓഫ് പീപ്പിൾ ആൻഡ് വർക്കേഴ്സ്. ദർ വർ റബ്ബിഷ് ഹീപ്സ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ദ സ്ട്രീറ്റ്. ദ എക്സ്റ്റെൻസീവ് ഫീൽഡ്സ് വർ ഗോൺ. ഹൈ ബിൽഡിംഗ്സ് വർ എവരിവർ. നോയ്സസ് ഷുക്ക് ദ എയർ. എ ബാൻഡ് വാസ് അനൗൺസിംഗ് ദ ഓപ്പണിംഗ് ഓഫ് എ സർക്കസ്. ദർ വാസ് എ ഷ്രീക്ക് ഓഫ് സൈറൻ ഓഫ് ഫയർ എൻജിൻ. എ ട്രക്ക് വാസ് ക്യാരിയിങ് സോൾജിയേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം 8th. വാട്ട് ഈസ് ദ നറേറ്റർ ഫ്രസ്ട്രേറ്റഡ് വൈൽ വെയിറ്റിംഗ് ദ ക്രോസ് റോഡ്സ്. അതായത് റോഡ് മുറിച്ച് കിടക്കാൻ നിൽക്കുമ്പോൾ നറേറ്റർ ഫ്രസ്ട്രേറ്റഡ് ആയത്, നിരാശനായത് എന്തുകൊണ്ടാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തായിരുന്നു കാരണം? അദ്ദേഹത്തിന് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഇല്ലല്ലേ. കാരണം എന്താണ്? വണ്ടികൾ ഇങ്ങനെ ഇടതടവില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല? റോഡ് മുറിച്ച് കിടക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് അദ്ദേഹം നിരാശനായതല്ലേ. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. ദ നറേറ്റർ ഈസ് ഫ്രസ്ട്രേറ്റഡ് വൈൽ വെയിറ്റിംഗ് അറ്റ് ദ ക്രോസ് റോഡ് ബിക്കോസ് ഹി ഈസ് നോട്ട് ഏബിൾ ടു ക്രോസ് ദ സ്ട്രീറ്റ് ആസ് ദ വെഹിക്കിൾ ആർ പാസിംഗ് അപ്പ് ആൻഡ് ഡൗൺ വിത്തൗട്ട് എനി ബ്രേക്ക്. അതായത് ഒരു ബ്രേക്കും കൊടുക്കാണ്ട് എന്ത് ചെയ്യാണ്? വെഹിക്കിൾസ് അങ്ങോട്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിച്ചില്ല? യെസ്, റോഡ് ക്രോസ് ചെയ്യാൻ സാധിച്ചില്ലേ. അതുകൊണ്ടാണ് അദ്ദേഹം നിരാശനായത്. ഓക്കെ, ദ 9th ക്വസ്റ്റ്യൻ.
Who offers to help the narrator cross the street? How does he addresses the narrator? Why does he addresses him so? എന്താ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കൂ. Who offers to help the narrator cross the street? നരേറ്ററെ റോഡ് ക്രോസ് ചെയ്യാൻ ആരാണ് സഹായിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് അതിലൊരു ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഹൗ ഡസ് ഹി അഡ്രസ് ദ നാരേറ്റർ? നാരേറ്റർ എന്ത് പറഞ്ഞിട്ടാണ് അഡ്രസ്സ് ചെയ്ത്, എന്ത് പറഞ്ഞിട്ടാണ് വിളിക്കുന്നുള്ളത്. ദെൻ വൈ ഡസ് ഹി അഡ്രസ്സസ് ഹിം സോ? എന്തുകൊണ്ടാണ് അവരങ്ങനെ വിളിക്കാനുള്ള കാരണം? ആരാണ് നരേറ്റർ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നത്? ഒരു ഇസ്തിരിക്കടയിൽ ജോലി ചെയ്യുന്ന പയ്യനാണല്ലേ അദ്ദേഹം. എന്താണ് അദ്ദേഹത്തെ വിളിക്കുന്നത്? അപ്പൂപ്പ എന്നാണല്ലേ വിളിക്കുന്നത്. അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താണ്? നരേറ്റർ എന്താണ് ഇപ്പോൾ ആകെ വയസ്സായിരിക്കുന്നത് അല്ലേ, അതുകൊണ്ടാണ് പയ്യൻ അതുപോലെ വിളിച്ചത് അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ആൻസർ എഴുതാം. എ യങ് ബോയ് എംപ്ലോയ്ഡ് അറ്റ് ദ അയണിംഗ് ഷോപ്പ് അറ്റ് ദ കോർണർ ഹെൽപ് ദ നരേറ്റർ ക്രോസ് ദ സ്ട്രീറ്റ്. ഹി അഡ്രസ്ഡ് ദ നരേറ്റർ ആസ് ഗ്രാൻഡ് പാ. ഗ്രാൻഡ് പാ എന്നാണല്ലേ അഡ്രസ്സ് ചെയ്തത്. ദെൻ ഹി അഡ്രസ്സസ് ഹിം സോ ബിക്കോസ് ദ നാരേറ്റർ ഇസ് നൗ ആൻ ഓൾഡ് മാൻ. അങ്ങനെ അഡ്രസ്സ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഇപ്പം അദ്ദേഹം എന്താണ്, ഒരു ഓൾഡ് മാനായി മാറിയിരിക്കുന്നു അല്ലേ, വയസ്സായ മനുഷ്യനായിട്ട് മാറിയിരിക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Does the story convey the passage of time and transition from childhood to a second childhood? Discuss. എന്താ പറഞ്ഞിട്ടുള്ളത്? Does the story convey the passage of time and transition from childhood to a second childhood? അതായത് ഈ കഥ സമയത്തിൻ്റെ എന്താണ് പോക്കും, അതുപോലെ കുട്ടിക്കാലത്ത് രണ്ടാമത്തെ കുട്ടിക്കാലത്തേക്കുള്ള മാറ്റവും കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തന്നെയല്ലേ സ്റ്റോറി വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ആൻസർ എഴുതാം. The story certainly conveys the passage of time and the transition from childhood to second childhood. The second childhood means എന്താണ്, ഓൾഡ് ഏജ് ആണ് അല്ലേ സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഇനീഷ്യലി we see the narrator as a boy taken by his father to the school for the first time. Now we see him old man unable to cross the busy street. അതെന്താണ്, ആദ്യം ഇവിടെ കഥയിൽ എങ്ങനെയാണ് പറയുന്നത്? ആദ്യം കാണുമ്പോൾ കുട്ടി പിതാവിൻ്റെ കൈ പിടിച്ച് സ്കൂളിൽ പോവുകയാണ് അല്ലേ. പക്ഷെ കഥയുടെ എൻഡിൽ എന്താണ്? Now we see him as an old man unable to cross the busy street. കഥയുടെ അവസാനം നമ്മൾ കാണുന്നത് എന്താണ്? തിരക്കുള്ള റോഡ് ക്രോസ് ചെയ്യാൻ പറ്റാതെ പകച്ചു നിൽക്കുന്ന ഒരു വൃദ്ധനെയാണ് അല്ലേ, ഒരു ഓൾഡ് മാനെയാണ് നമുക്ക് സ്റ്റോറിയുടെ അവസാനം കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 11ാമത്തെ ചോദ്യം. ഹൗ ഡസ് ദ ചേഞ്ചിങ് ലാൻഡ്സ്കേപ്പ് ആൻഡ് സറൗണ്ടിങ്സ് റെപ്രസെൻറ്റ് ദ നരേറ്റേഴ്സ് സെൻസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് കൺഫ്യൂഷൻ? അതായത് ഇവിടെ ചേഞ്ചിങ് ലാൻഡ്സ്കേപ്പ്, മാറിയ ഭൂപ്രകൃതി അല്ലേ, അതുപോലെ തന്നെ ചുറ്റുപാടുകൾ അല്ലേ, സറൗണ്ടിങ്സ് റെപ്രസെൻറ്റ് ചുറ്റുപാടുകളും, നരേറ്റേഴ്സ് സെൻസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് കൺഫ്യൂഷന് അതായത് മാറിയ പ്രകൃതിയും അതുപോലെ തന്നെ സറൗണ്ടിങ്സ് ഒക്കെ എങ്ങനെയാണ് നരേറ്ററുടെ മനസ്സിൽ നരേറ്റേഴ്സ് സെൻസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് കൺഫ്യൂഷൻ, നരേറ്ററിൻ്റെ മനസ്സിലൊരു അകൽച്ചയും അതുപോലെ തന്നെ ഒരു കൺഫ്യൂഷനും ഉണ്ടാക്കിയതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണ്? യെസ്, ഇൻ ദി ബിഗിനിങ് വി സി ദ സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻസ് ഓൺ ബോത്ത് സൈഡ്സ് വെർ എക്സ്റ്റൻസീവ് ഫീൽഡ് വിത്ത് ക്രോപ്സ്, prickly pears, henna trees and a few date palms. ആദ്യം ഇപ്പം എന്തൊക്കെയാണ് സ്ട്രീറ്റിലുണ്ടായിരുന്നത്? സ്ട്രീറ്റ് എങ്ങനെയാണ് ആദ്യം നമ്മൾ സ്റ്റോറിയിൽ കാണുന്ന ചുറ്റുപാടും പൂന്തോട്ടങ്ങളും അതുപോലെ തന്നെ നീണ്ടു പരന്ന് കിടക്കുന്ന വയലുകളും അതുപോലെ തന്നെ ഫീൽഡ്സിൽ എന്തൊക്കെയുണ്ട്? വിവിധ വിളകളും ഹെന്നമരങ്ങൾ ഈന്തപ്പനകളൊക്കെ കാണാം അല്ലേ. പക്ഷെ ഇപ്പം എങ്ങനെയാണ്? Now the street is more lined with gardens. It is full of people and workers. There are rubbish heaps on both sides of the trees അല്ലേ. അതായത് now the street is no more lined with gardens. ഇപ്പം എന്താണ്, ഇരുവഴികളിലുമായിട്ട് എന്ത് ഗാർഡൻസ് ഒന്നും ഇല്ല. ഇറ്റ് ഈസ് ഫുൾ ഓഫ് പീപ്പിൾ ആൻഡ് വെഹിക്കിൾസ്. പിന്നെ എന്താണ്, അവിടെ മുഴുവൻ ആളുകളും വെഹിക്കിൾസ് ഒക്കെയാണ് അല്ലേ. ദർ ആർ റബ്ബിഷ് ഹീപ്സ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ദ സ്ട്രീറ്റ്. അതുപോലെ തന്നെ ചവിട്ട് കൂനകളൊക്കെയാണ് രണ്ട് സൈഡുകളിലും കാണാൻ സാധിക്കുന്നത്. ദെൻ എക്സ്റ്റെൻസീവ് ഫീൽഡ് ആർ ഗോൺ. ഹൈ ബിൽഡിങ്സ് ആർ എവരിവെയർ. ഷേക്ക് ദ എയർ. അതുപോലെ എല്ലായിടത്തും എന്തുണ്ടായി? ഉയർന്ന കെട്ടിടങ്ങളായല്ലേ. അതുപോലെ തന്നെ സൗണ്ട്സ്, നോയ്സ് ഷേക്ക് ദ എയർ. ദെൻ എ ബാൻഡ് ഈസ് അനൗൺസിങ് ദ ഓപ്പണിംഗ് ഓഫ് എ സർക്കസ്. ദർ ഇസ് ദ ഷീക്ക് ഓഫ് ദ സൗണ്ട് ഓഫ് ഫയർ എഞ്ചിൻ. എ ട്രക്ക് ഈസ് ക്യാരിയിങ് സോൾജിയേഴ്സ്. പിന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ്? എല്ലായിടത്തും ഉയർന്ന കെട്ടിടങ്ങൾ, വലിയ ശബ്ദം, അതുപോലെ ഒരു ബാൻഡ് സർക്കസിനെ വിളംബരം ചെയ്യുന്നുണ്ടല്ലേ. അതുപോലെ ഫയർ എഞ്ചിൻ്റെ സൈറൺ, അതുപോലെ പട്ടാളക്കാരെ വഹിച്ചുകൊണ്ടുള്ള ട്രക്കൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിന് ഒരു ഡിസ്പ്ലേസ്മെൻറ്റും കൺഫ്യൂഷനും ഒക്കെ ആയി മാറുന്നത് അല്ലേ. ഓക്കെ, ദെൻ 12ാമത്തെ ചോദ്യം. ദർ ഈസ് നോ റെഫറൻസ് ടു ദ നെയിം ഓഫ് ദ ക്യാരക്ടർ ഓർ ദ ലോക്കൽ ഓഫ് ദ സ്റ്റോറി. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദിസ്? എന്താണ്, ഈ കഥയിൽ കഥാപാത്രങ്ങളുടെ സ്ഥലത്തിൻ്റെ പേരുകളില്ലല്ലേ. എന്തായിരിക്കും ഇതിൻ്റെ കാരണം? അതിനുള്ള റീസൺ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്.
എന്താണ്? യെസ്, ദ റീസൺ ഫോർ ദിസ് ഇസ് ദ എക്സ്പീരിയൻസ് ഓഫ് ഓൾ ദ ഹ്യൂമൻ ബീങ്സ് ഇൻ ഓൾ ദ പ്ലേസസ്. അതായത് നമുക്കറിയാം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ മനുഷ്യർക്കും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണിതല്ലേ. ദ ചേഞ്ചസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഡ്യൂറിങ് വൺസ് ലൈഫ് ടൈം കെയർ സോ അമേസിങ് ആൻഡ് അൺബിലീവബിൾ. അതെന്താണ്? മനുഷ്യൻ്റെ ഒരു ജീവിതകാലത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് അത്ഭുതപ്പെടുത്തുന്നത്, അതുപോലെ തന്നെ എന്താണ് അമേസിങ്ങും അൺബിലീവബിളുമാണ് അല്ലേ, നമുക്ക് അവിശ്വസനീയവുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ദെൻ 13ാമത്തെ ചോദ്യം. ദ സ്റ്റോറി ഹാഫ് എ ഡേ ബിഗിൻസ് വിത്ത് എ പോർട്രേൽ ഓഫ് ദ സെൻട്രൽ ക്യാരക്ടർ ഹോൾഡിംഗ് ഹിസ് ഫാദേഴ്സ് ഹാൻഡ് ഹി സ്റ്റാർട്ട് ഹിസ് ലൈഫ്സ് ജേർണി. വെൻ ദ സ്റ്റോറി ആൻഡ് ഹി ഈസ് ഹോൾഡിംഗ് the hand of a boy on whom he depends to cross the road. Do you think the action symbolizes some essential aspect of human life? Why? Is the narrator happy in both situations? എന്താണ്? യെസ്, ദ സ്റ്റോറി ഓഫ് ഹാഫ് ഡേ ബിഗിൻസ് വിത്ത് എ പോർട്രേൽ ഓഫ് ദ സെൻട്രൽ ക്യാരക്ടർ ഹോൾഡിംഗ് ഹിസ് ഫാദേഴ്സ് ആൻഡ്. ഫസ്റ്റ് എങ്ങനെയാണ് കഥയിൽ നമ്മൾ കാണുന്നത്? പ്രധാന കഥാപാത്രം അതായത് മെയിൻ ക്യാരക്ടർ എന്ത് ചെയ്യാണ്? തൻ്റെ ഫാദറിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ആ സ്കൂളിലേക്ക് പോകുന്നൊരിതാണല്ലേ കാണിച്ചിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് എന്താണ് പറയുന്നത്? holding his fathers and he started his life journey. When the story ends, the holding hand by a boy on whom he depends to cross the road. ലാസ്റ്റിൽ എങ്ങനെയാണ് സ്റ്റോറിയുടെ എൻഡിൽ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ആ കുട്ടി വളർന്ന് വയസ്സാവുകയാണ് അല്ലേ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യണം? മറ്റൊരു കുട്ടിയുടെ കൈ പിടിച്ച് റോഡ് ക്രോസ് ചെയ്യുന്നതാണല്ലേ കഥയുടെ അവസാനം ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ, ഡു യു തിങ്ക് ദിസ് ആക്ഷൻ സിംബോളൈസ് സം എസെൻഷ്യൽ ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ ലൈഫ്? അപ്പോൾ ഈ കാര്യങ്ങൾ എന്താണ്? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സുപ്രധാന കാര്യങ്ങളുടെ ഒരു സിംബിളൈസ് ആണോ, പ്രതീകമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ വൈ, എന്തുകൊണ്ട്? ഈസ് ദ നാരേറ്റർ ഹാപ്പി ഇൻ ബോത്ത് സിറ്റുവേഷൻ? അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷനിലും നരേറ്റർ ഹാപ്പി ആണോ എന്നും ചോദിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. നമുക്കറിയാം അല്ലേ, മനുഷ്യർ ചെറുപ്പത്തിലാണെങ്കിലും വാർദ്ധക്യത്തിലാണെങ്കിലും എന്ത് വേണ്ടി വരും? മറ്റുള്ളവരുടെ സഹായം അവർക്ക് വേണ്ടി വരും എന്നുള്ളതിൻ്റെ ഒരു പ്രതീകമാണല്ലേ നമ്മളിപ്പോൾ ഈ കഥയിൽ കാണുന്നത്. കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് എന്താണ്? വളരാൻ നമുക്ക് മറ്റുള്ളവരുടെ സഹായം വേണം. വയസ്സാകുമ്പോൾ അങ്ങനെ തന്നെയാണ്, നമ്മുടെ കാഴ്ച മങ്ങുകയും ക്ഷീണിക്കുകയും മറ്റുള്ളവരുടെ സഹായമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ വരും അല്ലേ. അപ്പോൾ ഈ രണ്ട് സന്ദർഭത്തിലും നരേറ്റർ എന്താണ്? ഹാപ്പിയാണ് അല്ലേ. ഈ രണ്ട് സന്ദർഭത്തിലും നരേറ്റർ എന്താണ്? അസന്തോഷം, അതായത് അൺഹാപ്പി ആണല്ലേ. ഓക്കെ, അതായത് ഹാപ്പി ഇല്ലാത്തൊരു സന്തോഷം ഇല്ലാത്ത അവസ്ഥയിലാണ് ഈ രണ്ട് അവസ്ഥയിലും അദ്ദേഹം കാണുന്നത്. അതായത് മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കേണ്ടി വരികയല്ലേ, അതുകൊണ്ട് തന്നെ എന്താണ് രണ്ടെണ്ണത്തിലും നരേറ്റർ സന്തുഷ്ടനല്ല അല്ലേ. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. ദിസ് ആക്ഷൻ സിംബോളൈസ് ദാറ്റ് ഹ്യൂമൻ ബീങ്സ് നീഡ് ഹെൽപ്പ് വെൻ ദേ ആർ വെരി യങ് ആൻഡ് ഓൾസോ when they are very old. When they are very young, they need help to grow up properly. When they are old, they need help as their senses get weak and unable to do many things themselves. The narrator is not happy in both situations. രണ്ട് സിറ്റുവേഷൻസിലും എന്താണ്? നരേറ്റർ ഹാപ്പി അല്ല. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആക്ടിവിറ്റീസ് ആണല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഓരോ ആക്ടിവിറ്റീസായി നോക്കാം. ആക്ടിവിറ്റി 1. ദ സ്റ്റോറി ഹാഫ് എ ഡേ ബ്യൂട്ടിഫുള്ളി അൺഫോൾഡ് 3 phases ഓഫ് ഹ്യൂമൻ ലൈഫ്. ദ ഏജ് ഓഫ് ഇന്നസെൻസ്, ദ ഏജ് ഓഫ് ഗ്രോത്ത് ആൻഡ് ലേണിംഗ് ആൻഡ് ദ ഏജ് ഓഫ് ഹെൽപ്ലെസ്നെസ് ആൻഡ് ഡിപ്പെൻഡൻസ്. അപ്പോൾ നമ്മുടെ ഈ ഹാഫ് എ ഡോറി സ്റ്റോറി എന്താണ്? ബ്യൂട്ടിഫുള്ളി, വളരെ മനോഹരമായിട്ട് നമ്മുടെ ഹ്യൂമൻ ലൈഫിൻ്റെ 3 phases അൺഫോൾഡ് ചെയ്യുന്നുണ്ടല്ലേ. എന്തൊക്കെയാണത്? ഈസ് ദ ഏജ് ഓഫ് ഇന്നസെൻസ്, അതുപോലെ തന്നെ ദ ഏജ് ഓഫ് ഗ്രോത്ത് ആൻഡ് ലേണിംഗ് ആൻഡ് ദ ഏജ് ഓഫ് ഹെൽപ്ലെസ്നെസ് ആൻഡ് ഡിപ്പെൻഡൻസ് അല്ലേ. ആസ് ദ ടൈം പ്രോഗ്രസ് ദ സറൗണ്ടിങ് ചേഞ്ച്. സമയം, അതായത് കാലങ്ങൾ പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ചുറ്റുപാടുകൾ മാറുന്നുണ്ട്. The experience we gather shape our attitude. Now revisit the story and complete the table. Identify the words or phrases or expression that denote the changes in the setting and attitudes. First കൊടുത്തുള്ള ഏജ് ഓഫ് ഇന്നസെൻസ്. സെറ്റിംഗ് എന്താണ്? ദെൻ ആറ്റിറ്റ്യൂഡ് എഴുതണം അല്ലേ. ഓക്കെ, സെറ്റിങ്സ് നോക്കാം. ദ സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻസ്. പിന്നെന്തൊക്കെയാണ്? യെസ്, എക്സ്റ്റെൻസീവ് ഫീൽഡ് വിത്ത് ക്രോപ്സ് ആൻഡ് ഫ്രൂട്ട് ട്രീസ് അല്ലേ. അതുപോലെ തന്നെ റൂറൽ അറ്റ്മോസ്ഫിയർ എഴുതാം അല്ലേ. ദെൻ ഏജ് ഓഫ് ഗ്രോത്ത് ആൻഡ് ലേണിംഗിൽ സെറ്റിംഗ് എന്താണ്? റീച്ച് വെറൈറ്റി ഗെയിം. യെസ്, നമ്മൾ ആറ്റിറ്റ്യൂഡ് എഴുതാണ്ട് അല്ലേ. കൺസിഡേർഡ് സ്കൂൾ ആസ് എ പണിഷ്മെൻറ്റ്. ആ സമയത്ത് ആറ്റിറ്റ്യൂഡ് പിന്നെ എന്തൊക്കെയാണ്? യെസ്, ഡസ് നോട്ട് വാണ്ട് ടു ലീവ് ടു ദ കംഫോർട്ട് ഓഫ് ഹോം അല്ലേ. വീട്ടിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലേ അല്ലേ. അതുപോലെ തന്നെ എന്താണ് ആറ്റിറ്റ്യൂഡ്? ഫീൽസ് അൺഹാപ്പി ആസ് തിങ്സ് ആർ ഡൺ ഫോഴ്സ്ഫുള്ളി. നമ്മൾ എന്താണ് ഒരു കാര്യങ്ങൾ അൺഹാപ്പി ആയിരിക്കും ആസ് തിങ്സ് ആർ ഡൺ ഫോഴ്സ്ഫുള്ളി. ദെൻ ഏജ് ഓഫ് ഗ്രോത്ത് ആൻഡ് ലേണിംഗ് സെറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. റിച്ച് വെറൈറ്റി ഗെയിംസ്. പിന്നെ എന്തൊക്കെയാണ്? ലേണിംഗ് ന്യൂ തിങ്സ് ലൈക്ക് ലാംഗ്വേജ് ആൻഡ് നമ്പർ അല്ലേ. ദെൻ
ആറ്റിറ്റ്യൂഡ് മേക്ക് ഫ്രണ്ട്സ് വിത്ത് ബോയ്സ്. നെക്സ്റ്റ് നമുക്ക് എന്ത് എഴുതാം? ഫോൾസ് ഇൻ ലവ് വിത്ത് ഗേൾസ് അല്ലേ. ദെൻ എൻജോയ്സ് ഗുഡ് ഫുഡ്, പ്ലേയിങ് ആൻഡ് ലേണിംഗ്. ദെൻ ഏജ് ഓഫ് ഡിപ്പെൻഡൻസ്, അതായത് ഓൾഡ് ഏജ് അല്ലേ. സെറ്റിംഗ് എന്തൊക്കെയായിരിക്കും? ഹൈ ബിൽഡിങ്സ്, ദെൻ ഹോർഡേഴ്സ് ഓഫ് പീപ്പിൾ, ഹെവി ട്രാഫിക്. ദെൻ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും? ഫീൽസ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും അല്ലേ. ആൻഡ് സ്റ്റാർട്ടിൽഡ് ആൻഡ് കൺഫ്യൂസ്ഡ് ആയിരിക്കും. ബിക്കംസ് ഡിപ്പെൻഡൻറ്റ്. പിന്നീട് എന്തായി മാറും? ഡിപ്പെൻഡൻ്റ് ആയി മാറി തീരും അല്ലേ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ ടേബിൾ ഇതുപോലെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. Now using these words, phrases, expression, you narrate the class, the change in setting in the story and the attitude of the narrator. The following questions may help you. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു നറേഷൻ എഴുതാനാണല്ലോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. How does the story highlight the rapid transformation of society? Then how does the story portray the passage of time? Then what is the significance of the title Half a Day? Then what changes occurs in the attitude of the central character? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളും കൂടി ഇതിൻ്റെ ആൻസേഴ്സ് ഒക്കെ ഉൾക്കൊള്ളിച്ച് കൊണ്ടുവേണം നമ്മൾ എന്ത് ചെയ്യാൻ? നറേഷൻ തയ്യാറാക്കാൻ. ഓക്കെ, നമുക്ക് നറേഷൻ എഴുതാം. ഇൻ ദ സ്റ്റോറി ഹാഫ് എ ഡേ ബൈ ദ ഈജിപ്ഷ്യൻ റൈറ്റർ മഹ്ഫൂസ് വി നോട്ടീസ് ദ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ഇൻ ലൈഫ് ടൈം. ഇൻ അവർ ഏജ് ഓഫ് ഇന്നസെൻസ് വി സീ അവർ സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻ. നമ്മൾ ആ ഏജ് ഓഫ് ഇന്നസെൻസ് സമയത്ത് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻസ്. ദർ ആർ എക്സ്റ്റെൻസീവ് ഫീൽഡ് വിത്ത് ക്രോപ്സ് ഓഫ് ഫ്രൂട്ട് ട്രീസ് ബോത്ത് സൈഡ് ഓഫ് ദ ട്രീറ്റ് അല്ലേ. ദർ ഇസ് ദ റൂറൽ അറ്റ്മോസ്ഫിയർ ദർ വിത്ത് എ ക്ലീൻ എയർ ആൻഡ് നോ പൊല്യൂഷൻ. ഇങ്ങനെയുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും. യെസ്, റൂറൽ അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്? ദർ വിത്ത് ക്ലീൻ എയർ ആൻഡ് നോ പൊല്യൂഷൻ. ക്ലീൻ എയർ ആയിരിക്കും. അതുപോലെ തന്നെ പൊല്യൂഷൻ ഉണ്ടാവോ? ഇല്ല, നോ പൊല്യൂഷൻ. വെൻ വി ആർ സ്മോൾ വി ടെൻഡ് ടു കൺസിഡർ സ്കൂൾ ആസ് എ പണിഷ്മെൻറ്റ്. നമ്മൾ ചെറുതായിരിക്കുമ്പോൾ എന്താ നമുക്ക് തോന്നുന്നത്? സ്കൂൾ ഒരു പണിഷ്മെൻറ്റ് പോലെയാണ് തോന്നുക. വി ഡു നോട്ട് വാണ്ട് ടു ലീവ് ടു കംഫർട്ട് അവർ ഹോം. വി ഫീൽ അൺഹാപ്പി ആസ് ദ തിങ്സ് ആർ ഫോഴ്സ്ഡ് us. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 2. The following table present a few statements related to the story Half a Day. Find reason for each event stated in the table and write them in the space provided. The first has been done for you. First statement നോക്കൂ. The boys was reluctant go to school. Reason എന്തായിരുന്നു? അതെ, ആ ബോയ്ക്ക് എന്താണ്? സ്കൂളിലേക്ക് പോകാൻ ഇഷ്ടമുണ്ടായിരുന്നോ? ഇല്ലല്ലേ. അതിനുള്ള റീസൺ എന്താണ്? ഹി വാസ് അഫ്രൈഡ് ദാറ്റ് ഹി വുഡ് ബി പണിഷ്ഡ് അറ്റ് സ്കൂൾ. അതിനുള്ള കാരണം എന്താണ്? അവന് വിചാരിക്കുന്നത് എന്താണ്? അവന് പേടിയായിരുന്നു അല്ലേ. ഇവിടെ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവർ പണിഷ് ചെയ്യുന്നൊക്കെ പേടിയായിരുന്നു, ഭയമായിരുന്നു. ദെൻ ഫാദർ വാണ്ടഡ് ഹിം ടു ഗോ ടു സ്കൂൾ. ഫാദറിന് എന്ത് ചെയ്യണം? അവന് സ്കൂളിലേക്ക് പറഞ്ഞയക്കണം അല്ലേ. അതിനുള്ള റീസൺ എന്താണ്? സ്കൂൾ ഈസ് എ ഫാക്ടറി ദാറ്റ് മേക്ക് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ അല്ലേ. സ്കൂൾ എന്ന് പറയുന്നത് എന്തൊരു ഫാക്ടറിയാണ്, കുട്ടികളെ യൂസ്ഫുൾ ആക്കിയിട്ട് വളർത്തിയെടുക്കാനുള്ള ഒരു ഫാക്ടറിയാണ് എന്തെന്ന് പറയുന്നത്? സ്കൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സ്കൂൾ ബോർഡ് ഹിം കോണ്ടൻമെൻറ്റ്. എന്താണ്? സ്കൂൾ ബോർഡ് ഹിം കോണ്ടൻമെൻറ്റ്, അതായത് ദർ ഹി ഫൗണ്ട് റിച്ച് വെറൈറ്റി അല്ലേ. എന്തൊക്കെ റിച്ച് വെറൈറ്റി എന്തൊക്കെയാണുള്ളത്? ദർ വർ ഡിഫറെൻറ്റ് ഗെയിംസ് ഉണ്ട്. സ്വിങ്സ്, ദ വാൾട്ടിംഗ് ഹോഴ്സ് ആൻഡ് ബോൾ ഗെയിംസ്. ഇൻ ദ മ്യൂസിക് റൂം the children could sing songs. Then they learned language. They saw the globe. Then they learned the numbers. They ate tasty food, took little nap and made friends. They played and learned. Then next, school was not as sweet as he thought. ചിന്തിച്ച പോലെ അത്ര സ്വീറ്റ് ആയിരുന്നില്ല അല്ലേ. എന്തുകൊണ്ടാണ്? ഹി എൻകൗണ്ടേഴ്സ് ഡിഫറെൻറ്റ് ചാലഞ്ചസ് ആൻഡ് ഡിഫിക്കൽട്ടി അസ് സ്കൂൾ അല്ലേ. ഡിഫറെൻറ്റ് ചാലഞ്ചസും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളൊക്കെ അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നുണ്ട് അല്ലേ. ഡസ്റ്റി മീൻസ് an unexpected accident happened suddenly. Then enmities develop and they bring pain, hatred and fighting. The headmistress of the school often smiles but she sometimes scores even beats the students അല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യും? ഓരോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. അതിൻ്റെ റീസൺ നമുക്കറിയാം. സ്റ്റോറി വായിച്ച് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ. സ്റ്റോറിയിൽ തന്നെ ഓരോന്നിൻ്റെ റീസൺ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? റീസണും കൂടി എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റി 3 നോക്കാം. മെമ്മറി ലൈൻ. ഹാഫ് എ ഡേ ബ്യൂട്ടിഫുള്ളി ഇലിസ്ട്രേറ്റ് ദ നറേറ്റീവ്സ് ജേർണി ത്രൂ ടൈം അല്ലേ. ഓൺ ദ വേ ഹി എൻകൗണ്ടേഴ്സ് മെനി പീപ്പിൾ. ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്. ദെൻ ഹാസ് ഡൈവേഴ്സ് എക്സ്പീരിയൻസ് ആൻഡ് ഇറ്റ് ഈസ് പ്രൊഫൗണ്ട് ട്രാൻസ്ഫോർമേഷൻ. ദ ഫോളോയിങ് ഡയഗ്രാം depicts the journey to school as a child and his return as the elderly man. Look at the diagram carefully and complete the account memory of lines suitably based on your reading of the story. You may make use of the hints. നോക്കൂ, ഡയഗ്രാം നോക്കൂ.
At the school is living home. First ഇവിടെ നോക്കൂ living home. I walked with my father wearing new clothes. I was happy but had fears about going to school. നെക്സ്റ്റ് ലീവിങ് ഹോം എന്നല്ലേ, ലീവിങ് ഹോമിന് നമുക്ക് നൽകിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് വാക്കിംഗ് ടു സ്കൂളിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയായിരുന്നു? വി വാക്ക്ഡ് എലോങ് ദ സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻസ്. അവിടെ എന്തൊക്കെയാണ് കണ്ടത്? സ്ട്രീറ്റ് ലൈൻ വിത്ത് ഗാർഡൻസ്. ദർ വർ എക്സ്റ്റെൻസീവ് ഫീൽഡ് വിത്ത് ക്രോപ്സ്, ഫ്രൂട്ട് ട്രീസ് ബോത്ത് സൈഡ്സ് ഓഫ് ദ സ്ട്രീറ്റ്. ദർ ഈസ് എ റൂറൽ അറ്റ്മോസ്ഫിയർ, ദർ വി ക്ലീൻ എയർ ആൻഡ് നോ പൊല്യൂഷൻ അല്ലേ. ദെൻ അറ്റ് ദ സ്കൂൾ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? വെൻ ഹി കെയിം ടു ദ ഗേറ്റ് ഓഫ് ദ സ്കൂൾ, വെൻ ഹി സോ ദ കോർട്ട്യാർഡ്, ഇറ്റ് വാസ് ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. ദെൻ ബൈ father asked me to go to join them. He wanted me to smile and be a good example to others. I don't know want to leave his hand, so he gently pushed me away. He asked me to board. He said my life would start that day, would wait for me when it was time to go home. Next എന്താ വരുന്നത്? ഇൻസൈഡ് ദ ക്യാമ്പസ് അല്ലേ. അറ്റ് ഫസ്റ്റ് ഐ ന്യൂ നോബഡി ബട്ട് സൂൺ ഐ ഹാഡ് മെനി ഫ്രണ്ട്സ്. ഫസ്റ്റ് എന്തായാലും ആരും അറിയില്ലായിരുന്നല്ലേ, പിന്നെ പെട്ടെന്ന് എന്തായി, ഫ്രണ്ട്സൊക്കെ ഉണ്ടായി. വി വർ സർപ്രൈസ് അറ്റ് ദ വെറൈറ്റി ഇൻ ദ ക്യാമ്പസ്. ദർ വർ ഡിഫറെൻറ്റ് ഗെയിംസ്, സ്വിങ്സ്, ദ വാൾട്ടിംഗ്, ഹോസ് ആൻഡ് ദ ബോൾ ഗെയിംസ്. ഇൻ ദ മ്യൂസിക് റൂം we sang songs, we learned language, we saw the globe, we learned the numbers, we ate tasty food, take a little nap and then made friendship. We played and learned അല്ലേ. അപ്പോൾ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ എഴുതാം. ദെൻ ദ വുമൻസ് ഇൻസ്ട്രക്ഷൻ. ദെൻ സ്ത്രീ കൊടുത്ത് ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്ന് എഴുതേണ്ടത് അല്ലേ. ദ വുമൻസ് ഇൻസ്ട്രക്ഷൻ. ദ വുമൺ ഹോം മീ ഫസ്റ്റ് വാസ് ദ ഹെഡ് മിസ്ട്രസ് ഓഫ് ദ സ്കൂൾ. ഷീ ടോൾഡ് ദാറ്റ് ദിസ് വാസ് അവർ ന്യൂ ഹോം. ഒരു പറയുന്നത് എന്താണ്? ഇതാണ് നിങ്ങളുടെ പുതിയ വീട്ടിലെ. ദ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ് ദർ. അവിടെ അവർ നിങ്ങളുടെ അമ്മയും അച്ഛനൊക്കെ ഉണ്ടല്ലേ. ദർ വർ എവറിത്തിങ് ടു എൻജോയ്, യൂസ്ഫുൾ ടു ഗെറ്റ് നോളജ് ആൻഡ് ലൈഫ്. സോ ഷുഡ് ട്രൈ. വി ഷുഡ് ഡ്രൈ അവർ ടീയേഴ്സ് ആൻഡ് ലുക്ക് ഹാപ്പി. ഇതൊക്കെയാണല്ലേ വുമൺ കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻസ്. ദെൻ മേക്കിംഗ് ഫ്രണ്ട്സ് നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. സ്കൂൾ ഹാഡ് എ വെറൈറ്റി ഓഫ് എൻ്റർടൈൻമെൻറ്റ്. ദെൻ മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് ബോയ്സ് ആൻഡ് ഫെൽ ഇൻ ലവ് വിത്ത് ഗേൾസ്. ദെൻ റിയലൈസേഷൻ നമുക്ക് എന്ത് എഴുതാം? Soon I realized that my misunderstanding about the school were baseless. Soon we learned that everything was not so joyful. Dusty winds and unexpected accident would happen suddenly. Enmity brought pain. They hated the fighting. The headmistress often smiled, but she would often എന്ത് ചെയ്യും? ഇടയ്ക്ക് അവർ അടിക്കാറും ചീത്ത പറയാറൊക്കെ ഉണ്ടല്ലേ. Scold and even beat us. ഇടയ്ക്ക് ചീത്ത പറയാറും അടിക്കാറൊക്കെ ഉണ്ട്. Then an elderly man crossing the road. നിരാസ്തിതാണല്ലേ. Okay, the times moves on. The boy going to the school holding his father's hand has now become an elderly man. The street has changed ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സ്ട്രീറ്റൊക്കെ there are no gardens. അവിടെ എന്തുണ്ടായിരുന്നില്ല? യെസ്, പൂന്തോട്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. And filled with crops and fruits. There are all tall buildings and crowds of people and workers. Has to cross the street, but the heavy traffic prevents him doing that. As he stands puzzled, a young lad comes to call his grandpa and offer me help to cross the street. As a child, he needed to help to go to school, and now as an elderly man, he still wants help from others to cross the street. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പോൾ ഇതുപോലെ ഡയഗ്രം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ലെറ്റ്സ് റീകോൾ ആൻഡ് റീക്രിയേറ്റ്. ആക്ടിവിറ്റി 1, റീവിസിറ്റ് ദ സ്റ്റോറി ഹാഫ് വേഡ് ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ് ക്യാരക്ടർ മാപ്പ് ഓഫ് ദ നരേറ്റർ. ഫസ്റ്റ് നോക്കൂ, ഫിസിക്കൽ അപ്പിയറൻസ് എഴുതണം, അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എഴുതണം, റോൾ ഇൻ ദ സ്റ്റോറി, ദെൻ റിയലൈസേഷൻ, അനലൈസ് ഓഫ് എക്സ്പ്രഷൻ, റിമാർക്സ് ബൈ ദ ഓതർ ആൻഡ് അതർ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് കൊണ്ടുവേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? യെസ്, ക്യാരക്ടർ മാപ്പ് നരേറ്ററുടെ ക്യാരക്ടർ മാപ്പ് തയ്യാറാക്കാൻ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഫിസിക്കൽ അപ്പിയറൻസ് എഴുതാം. ദ നരേറ്റർ ഈസ് എ യങ് ഈജിപ്ഷ്യൻ ബോയ് ജസ്റ്റ് ഓൾഡ് ഇനഫ് ടു ബിഗിൻ അറ്റൻഡിങ് സ്കൂൾ. ഹി വോർ ന്യൂ ക്ലോത്ത്സ്, ബ്ലാക്ക് ഷൂസ്, ഗ്രീൻ സ്കൂൾ യൂണിഫോം ആൻഡ് റെഡ് ക്യാപ്പ്. ഹി വാസ് ഹോൾഡിംഗ് ഹിസ് ഫാദേഴ്സ് റൈറ്റ് ഹാൻഡ് ആൻഡ് ഹാഡ് ടു ടേൺ ടു കീപ് സ്പേസ് വിത്ത് ഹിസ് ഫാദർ. ഈ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്തൊക്കെയാണ്? യെസ്, ഇനിഷ്യലി ഹി ഈസ് റിലക്റ്റന്റ് ടു ഗോ ടു സ്കൂൾ, ബട്ട് ഹി സൂൺസ് ബിഗിൻസ് ടു ലൈക്ക് സ്കൂൾ. ഹി സൂൺസ് മേക്സ് ഫ്രണ്ട്സ് സം ബോയ്സ് ആൻഡ് starts living some girls. He is fun loving. Then role in the story. സ്റ്റോറിയിലെ റോൾ എന്താണ്? യെസ്, ഹി ഈസ് ദി ഹീറോ ഓഫ് ദി സ്റ്റോറി. ഇവനാണല്ലേ നമ്മുടെ സ്റ്റോറിയിലെ ഹീറോ എന്ന് പറയുന്ന ആരാ? നറേറ്റർ ആണല്ലേ. ഹി ഈസ് ദ ഹീറോ ഓഫ് ദി സ്റ്റോറി. ദ സ്റ്റോറി ടെൽസ് ഹൗ ടൈം ചേഞ്ചസ് ആൻഡ് സ്മോൾ ബോയ് walking to school becomes an elderly man. Finding it difficult to cross by busy street, he sees a complete changes in his place from clean, pleasant rural setting to a polluted urban setting. Then analyze expression or remarks പറയുന്നുണ്ടല്ലേ. നമുക്ക് എന്തൊക്കെ എഴുതാം?
So a good storyteller has drawn a good picture of the changes in personal life from childhood to old age. The author says that we are small, we need help from others. Even we are old, we need help from others. Life is a journey between two childhood. One when you are a real child and the second is your old age. Second childhood, the character of the father of the boy is impressive. Then he says that school is a factory where children are made into useful people and where they grow up learning various things. Another impressive character is the headmistress, who tells the students that the school is their new home where they will have mothers and fathers. So is often smiling, but she can scold and beat the children when needed. Okay, the next. Realization നോക്കാം. The young boy realized that school is not as bad as he thought. He had many misunderstanding about the school, but soon he found it is an enjoyable place where the students learn, play, sit, eat, well, and make friends. He also realized that today's child is tomorrow's old man, and man needs help even as a child and also as an old man. He also realized the vast changes that take place in his locality. There is industrialization and urbanization. The rural atmosphere change and we will see all kinds of rubbish cave on the side of the streets. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഓരോന്നും ഇവിടെ ഇതുപോലെ എഴുതി കൊടുക്കുക. Okay, next question. In the story Halfway Day, the narrator recalls the memory of his first day at school. Do you remember your first day at school? Narrate your experience to the class. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ഡേ ഇതുപോലെ എന്ത് ചെയ്യണം, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, നിങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടാവില്ല, അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടേതായ ഒരു അനുഭവമാണ് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് എഴുതരുത്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായ ഒരു അനുഭവം എഴുതുക. ഓക്കെ, ഒരു മോഡൽ കൊടുക്കുന്നുണ്ട്, അത് നോക്കി മനസ്സിലാക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രൈ യുവർ ടിയേഴ്സ് ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി. എന്താ പറയുന്നത്, ഡ്രൈ യുവർ ടിയേഴ്സ്, കണ്ണീരൊക്കെ തുടച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഫേസ് ലൈഫ് ജോയ്ഫുള്ളി. സെഡ് ദ വുമൺ, സ്ത്രീ പറയുകയാണല്ലോ അവരോട്. ദിസ് വേർഡ്സ് കംഫോർട്ടഡ് ദ നരേറ്റർ. ആ വേർഡ്സ് എന്താണ്, നരേറ്ററെ കംഫോർട്ടാക്കി മാറ്റിയല്ലേ. വാട്ട് വുഡ് ബി ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ വുമൺ. അപ്പോൾ ബോയിയും ആ വുമണും തമ്മിലുള്ള കോൺവെർസേഷനാണല്ലേ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് എന്തായിരിക്കും വുമൺ ചോദിച്ചിട്ടുണ്ടാവുക, ആ കുട്ടി നല്ല കരച്ചിലാണല്ലോ, അപ്പോൾ എന്ത് ചോദിച്ചിട്ടുണ്ടാവും, ദ വുമൺ ചോദിക്കുകയാണ്, വൈ ആർ യു ക്രൈയിങ് മൈ ഡിയർ ബോയ്. ബോയ് എന്താ പറയുക, എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറയല്ലേ. ഐ വാണ്ട് ടു ഗോ ഹോം, ഐ വാണ്ട് ടു സീ മൈ മദർ. എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം, എൻ്റെ അമ്മയെ കാണണമെന്ന് പറയാണ്. അപ്പോൾ വുമൺ എന്താവും പറഞ്ഞിട്ടുണ്ടാവുക, യു ഹാവ് എ മദർ ഹിയർ ആൾസോ, ഐ ആം യുവർ ന്യൂ മദർ, യു ക്യാൻ ടെൽ മീ വാട്ട് യു വാണ്ട്. അപ്പോൾ എന്താ അവർ പറയുക, യു ഹാവ് എ മദർ ഹിയർ ആൾസോ, നിനക്ക് ഇവിടെ ഒരു അമ്മ ഉണ്ടല്ലോ. ഐ ആം യുവർ ന്യൂ മദർ, ഞാനാണ് നിൻ്റെ പുതിയ അമ്മ. യു ക്യാൻ ടെൽ മീ വിത്ത് യു വാട്ട് യു വാണ്ട്, നിനക്ക് എന്താണോ ആവശ്യം നിനക്ക് എന്നോട് ചോദിക്കാം. ദ ബോയ്, സം പീപ്പിൾ ടോൾഡ് മീ ഇൻ ദ സ്കൂൾ സ്റ്റുഡൻസ് വിൽ ബി സ്കോൾഡഡ് ബീറ്റർ ഐ ആം അഫ്രൈഡ്. അപ്പോൾ കുട്ടി പറയുകയാണ്, കുറച്ച് ആളുകളൊക്കെ പറഞ്ഞ് എന്താണ് സ്കൂളിൽ സ്റ്റുഡൻസിന് എന്ത് ചെയ്യും, സ്കോൾഡ് ചെയ്യും, ചീത്ത പറയും, അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടിക്ക് പേടിയാവുകയാണെന്ന് പറയുകയാണ് അല്ലേ. അപ്പോൾ വുമൺ എന്താ പറയുക, ഹൂ ടോൾഡ് യു ദാറ്റ്, നിന്നോട് ആരത് പറഞ്ഞത്, ദേവർ ലൈങ്, അവരൊക്കെ നുണ പറഞ്ഞതാണെന്ന് പറയുകയാണല്ലേ. സ്കൂൾ ഈസ് എ പ്ലേസ് ഫോർ എൻജോയിങ്. സ്കൂൾ എന്ത് ചെയ്യാനുള്ള സ്ഥലമാണ്, എൻജോയ് ചെയ്യാനുള്ള സ്ഥലമാണ്. ലുക്ക് അറ്റ് ദ വേരിയസ് ഗെയിംസ് വി ഹാവ്, സീ ദ സ്വിങ്സ്, സീ ദ വാൾട്ടിംഗ് ഹോഴ്സ്, യു ക്യാൻ പ്ലേ വിത്ത് ദം. നോക്ക് സ്വിങ്സ് ഒക്കെ നോക്ക്, അതുപോലെ ഹോഴ്സിനെ നോക്ക്, ഇതൊക്കെ ഉപയോഗിച്ച് നിനക്ക് എന്ത് ചെയ്യാൻ, കളിക്കാന്ന് പറയാണല്ലേ. യു ക്യാൻ ആൾസോ മേക്ക് ന്യൂ ഫ്രണ്ട്സ് കെയർ, നിനക്ക് ഇതുപോലെ ഇവിടെ എന്ത് പുതിയ ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കാന്ന് പറയാണ്. അപ്പോൾ ബോയ് എന്ത് ചെയ്യാണ്, ആഫ്റ്റർ ലിസണിങ് ടു യു ഐ ഫീൽ ബെറ്റർ. നിങ്ങളെ ലിസൺ ചെയ്തതിന് ശേഷം ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആയി എന്ന് പറയാണല്ലേ. അപ്പോൾ വുമൺ എന്താവും പറഞ്ഞിട്ടുണ്ടാവുക, ഹിയർ യു വിൽ ലേൺ ദ ലാംഗ്വേജ് ആൻഡ് നമ്പർ, യു ഹാവ് സോ മെനി പ്ലേ തിങ്സ് അറൗണ്ട് വിത്ത് യുവർ ഫ്രണ്ട്സ്, യു ക്യാൻ ഡു മെനി ഇൻട്രസ്റ്റിംഗ് തിങ്സ്, സ്ലോലി യു വിൽ ലേൺ ന്യൂ തിങ്സ്. ആസ് യു ഗ്രോ അപ്പ് ആൻഡ് യു ഷുഡ് ലേൺ many new things. We will teach you new things that will help you grow up and become a useful person. Now you are a small boy. ഇപ്പം എന്താണ്, നീ ചെറിയൊരു ആൺകുട്ടിയാണല്ലേ. ബട്ട് യു വിൽ ബി ബിഗ് മാൻ ആഫ്റ്റർ സം ഇയേഴ്സ്. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് നീ എന്ത് ചെയ്യും, വലിയൊരു മനുഷ്യനാവല്ലേ. സോ ഡ്രൈ യുവർ ടിയേഴ്സ് ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി. ഐ വിൽ ഹെൽപ്പ് യു ഇൻ ഓൾ പോസിബിൾ വേസ്. ബോയ് എന്താവും പറയുക, താങ്ക് യു മാഡം, താങ്ക് യു ഫോർ യുവർ റിയഷ്യൂറിംഗ് വേർഡ്സ്.
ഓക്കെ, അപ്പോൾ ഇതുപോലെ ആയിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാവും. ഈ കോൺവെർസേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങളുടേതായ ഇമാജിനേഷൻ അനുസരിച്ച് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസുമായിരുന്നു ഈ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.